നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി അധികൃതർ സന്ദർശിച്ച് വിലയിരുത്തി. നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് ആരോപണമുയർന്ന സാഹചര്യത്തിൽ റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. കമ്പംമെട്ട് മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് 77 കോടി രൂപ. ഇരട്ടിയാറിൽ ഭീതി പരത്തി തെരുവുനായയുടെ ആക്രമണം. കാൽനട യാത്രക്കാരനെയും നിരവധി വളർത്തുമൃഗങ്ങളെയും തെരുവുനായ ആക്രമിച്ചു. വിനോദസഞ്ചാര ഇടങ്ങൾ ഉൾപ്പെടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭിക്കും. ഗ്രാമപഞ്ചായത്ത് വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പഞ്ചായത്തിലെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രാദേശിക വിപണി, പ്രാദേശിക സേവനങ്ങൾ, സർക്കാർ തല സേവനങ്ങൾ, താമസ സ്ഥലങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് തേങ്ങാവില കുതിച്ചുയരുന്നു. നിലവിൽ തേങ്ങാവില 70 രൂപയ്ക്കടുത്ത തേങ്ങാവില വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണ വിലയും വർദ്ധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കമ്പംമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി അധികൃതർ സന്ദർശിച്ച് വിലയിരുത്തി. നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. കമ്പംമെട്ട് മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി 77 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 1 കിലോമീറ്ററിന് 2,75 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം മുണ്ടിയിരുമിയിൽ മഴയത്ത് ടാർ ചെയ്തത് വൻ വിവാദമാകുകയും ചെയ്തു. പുതിയ ടാറിംഗ് പൊളിഞ്ഞത് വിവാദമായതോടെയാണ് കിഫ്ബി അധികൃതർ പരിശോധന നടത്തിയത്. റോഡിൽ നിന്നും അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദ് പറഞ്ഞു. മുണ്ടിയിരുമേൽ ഇന്നലെ നടത്തിയ ടാറിങ് മഴയത്താണ് നടത്തിയത്. ആ ടാറ് ഒരു വലിയ വണ്ടി ഭാരമുള്ളൊരു വാഹനം വന്ന് നിന്നപ്പോൾ ആ ടാർ ഇളകി പോകുന്ന സാഹചര്യം ഉണ്ടായി. പൊതുജനങ്ങളാകമാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മണിയാശാനുമായിട്ടും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പാർട്ടിയുമായി അറിയിച്ച് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് വന്ന് ഈ റോഡിന്റെ സാമ്പിൾ ശേഖരിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അപാകതകളുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാമ്പിൾ ശേഖരിച്ചിട്ടുള്ളത്. സാമ്പിൾ ശേഖരിച്ചതിന്റെ പരിശോധനാ ഫലം വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപമുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി കഴിയും. കമ്പംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം പാതയുടെ ആദ്യ റീച്ച് നിർമ്മാണമാണ് നിലവിൽ നടക്കുന്നത്. കമ്പംമെട്ട് മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി 77 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇരട്ടയാറിൽ ഭീതി പരത്തി തെരുവുനായയുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം കാൽനട യാത്രക്കാരനെയും നിരവധി വളർത്തുമൃഗങ്ങളെയും തെരുവുനായ ആക്രമിച്ചു. ഇരട്ടിയാർ ഭാഗത്തു നിന്നും പറയങ്കവല ഭാഗത്തേക്ക് വന്ന മുത്തനാട്ട് തോമസ് കുട്ടിയെ പിന്നാലെ എത്തിയ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ കാലിന് പരിക്കേറ്റതായി തോമസ് കുട്ടി പറഞ്ഞു. ഉണ്ടായിരുന്നു ആശുപത്രിയുടെ അടമല്ലേ ഈ സാധനം പുറയിലുണ്ട്. നമ്മൾ അറിയുന്നില്ല, ശ്രദ്ധിക്കാതെ പോലുമല്ലേ ഇത്. അതിനാലൊന്നും ഇവിടെ ഈ തുറസുപാറയെന്ന് പറയങ്കവലക്ക് തിരിഞ്ഞ് ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തരദേശിയുടെയൊക്കെ വീടിൻ്റെ അടുത്ത് വെച്ചാണ് സംഭവം ഉണ്ടായത്. കൂട്ടിൽ നിന്നിരുന്ന മൂരിക്കിടാവിനെയും തെരുവുനായ ആക്രമിച്ചതായി ഉടമ ഇരുവേലിക്കുന്നേൽ സിബി പറഞ്ഞു. പേപ്പറ്റി തന്നെ ഉറപ്പ് ഞെരിയും പതയൊക്കെ വായിക്കൂടെ വരികയും അവരെ പട്ടിക്കൂടുങ്ങ് വന്ന് പട്ടിയെ കടിക്കാൻ ശ്രമിക്കുകയും ആൾക്കാരുടെ പുറകെ ഓടുകയും അങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇരട്ടാർ ഏരിയ പട്ടി അല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല. ആ ഒരു ശരിയാണ് ഇപ്പം നിലവിൽ നമുക്കുള്ളത്. റോഡിൽ ഇറങ്ങിയാൽ അവിടെ പട്ടി, ടൗണിൽ ചെന്നാൽ അവിടെ പട്ടി. ഇത് പഞ്ചായത്ത് അധികാരികളിൽ ഇടപെട്ട് ഇതുങ്ങളെ ഒഴിവാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാൽനട യാത്രക്കാർക്കും വളർത്തുമൃഗങ്ങൾക്കും നേരെ ഒരേ നായയാണ് ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ. നായ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. ഇരട്ടിയാർ മേഖലയിലെ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇലിപ്പുലിക്കാട്ട് ആരോപിച്ചു. പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പരിപാടിയല്ലാതെ ജനോപകാരപ്രദമായ ഒരു പരിപാടി നടത്തിയല്ല മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇവിടുത്തെ ആളുകൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ഇവിടെ കിടന്നുറങ്ങാൻ നടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി നിരവധി തവണ പറഞ്ഞിട്ട് പോലും ഇതിന് നടപടിയെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സാധാരണപ്പെട്ട ആളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം വരാത്ത രീതിയിൽ ഇതിനൊരു ക്രമീകരണം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ ശക്തമായ സമര പരിപാടിയായി മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. ഇരട്ടിയാർ ബസ് സ്റ്റാൻഡിൽ തമ്പടിക്കുന്ന നായ്ക്കൾ യാത്രക്കാർക്കും പ്രദേശത്തെ വ്യാപാരികൾക്കും ഉൾപ്പെടെ ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്.
വിനോദസഞ്ചാര ഇടങ്ങൾ ഉൾപ്പെടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭിക്കും. പഞ്ചായത്തിലെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രാദേശിക വിപണി, പ്രാദേശിക സേവനങ്ങൾ, സർക്കാർതല സേവനങ്ങൾ, താമസ സ്ഥലങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഗ്രാമപഞ്ചായത്ത് വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കാലത്തിന്റെ മാറ്റത്തിനൊത്ത് പഞ്ചായത്ത് പരിധിയിലെ ആകെ വിവരങ്ങൾ വിരൽ തുമ്പിൽ ഒതുക്കിയിരിക്കുകയാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത്. എക്സ്പ്ലോർ പള്ളിവാസൽ gp.org എന്ന വെബ്സൈറ്റിലൂടെയാണ് ഒറ്റ ക്ലിക്കിലൂടെ വിവരങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തുന്ന പുതിയ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. വിനോദസഞ്ചാര ഇടങ്ങൾ ഉൾപ്പെടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭിക്കും. വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയരായ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്രദമായ നിലയിലാണ് വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. ഇതിനെ ടൂറിസം മേഖലയിൽ പരമാവധി പ്രയോജനപ്പെടുത്തുക, ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അവർക്ക് ലഭിക്കുക എന്നുള്ള ആശയത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസിൻ്റെ കൂടെ സഹായത്തോടു കൂടി സ്റ്റുഡൻസാണ് അത് ക്രിയേറ്റ് ചെയ്തതെല്ലാം തന്നെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ശ്യാം എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ളൊരു ടീമാണ് ആ വെബ്സൈറ്റ് അതിൻ്റെ മറ്റ് സാങ്കേതികമായ കാര്യങ്ങളെല്ലാം ചെയ്ത് അത് ലോഞ്ചിങ്ങിലേക്ക് എത്തിച്ചത്. ഇതിനകത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി കഴിയും. റിസോർട്ടുകൾ, ഹോം സ്റ്റേ, ഇതൊക്കെ തന്നെ അറിയാൻ വേണ്ടി കഴിയും. അവർക്ക് രജിസ്റ്റർ ചെയ്യാം. അവർക്ക് ടൂറിസ്റ്റുകൾക്ക് അത് പെട്ടെന്ന് തന്നെ അവരുടെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാകും. മാത്രമല്ല പഞ്ചായത്തിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും, അതായത് ഒരു പച്ചക്കറി കട, മീൻകട, അതുപോലെ മെഡിക്കൽ ഷോപ്പ്, പമ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, അതുപോലെ ഇലക്ട്രീഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോ ടാക്സി, അതുപോലെ മേസന്മാർ, ഇവർക്കെല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിയും. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് വെബ്സൈറ്റ് തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. വെബ്സൈറ്റ് ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് A. രാജ MLA-യും വെബ്സൈറ്റ് ലോഞ്ചിംഗ് ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരിയും നിർവഹിച്ചിരുന്നു. വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി പഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങൾ നടത്തിപ്പോരുന്നുണ്ട്. പുതിയ വെബ്സൈറ്റ് വിനോദസഞ്ചാര മേഖലയ്ക്കുൾപ്പെടെ കരുത്താകുമെന്നാണ് പ്രതീക്ഷ. കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് തേങ്ങാവില കുതിച്ചുയർന്നു. 70 രൂപയ്ക്കടുത്താണ് നിലവിൽ തേങ്ങാവില. ഒരു മാസം കൊണ്ട് ഇരട്ടിയോളം വില വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. തേങ്ങാവില വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണ വിലയും വർദ്ധിച്ചു. അടുക്കളയിൽ നിന്നും ഒഴിവാക്കാനാവാത്ത തേങ്ങാവില കുതിച്ചു കയറുകയാണ്. ഒട്ടുമിക്കയിടങ്ങളിലും 70 രൂപയ്ക്കടുത്തും ചിലയിടങ്ങളിൽ 70 രൂപയ്ക്ക് മുകളിലുമെത്തി തേങ്ങാവില. തേങ്ങാവിലയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് സാധാരണക്കാരെ വലയ്ക്കുകയാണ്. ഓണക്കാലം മുതലാണ് തേങ്ങായുടെ വിലയിൽ വർധനവ് ഉണ്ടായി തുടങ്ങിയത്. 35 രൂപയ്ക്കടുത്തായിരുന്ന തേങ്ങാവില ഒരു മാസക്കാലം കൊണ്ട് ഇരട്ടിയോളം ഉയർന്നു. തേങ്ങായുടെ ലഭ്യത കുറവാണ് വില വർധനവിന് കാരണമായി പറയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും പാലക്കാട് നിന്നുമൊക്കെയാണ് ഹൈറേഞ്ചിലേക്ക് തേങ്ങ എത്തുന്നത്. ഇവിടങ്ങളിൽ തേങ്ങായുടെ ലഭ്യത കുറഞ്ഞതായി വ്യാപാരികൾ പറയുന്നു. വിലയിൽ ഇനിയും വർധനവുണ്ടായേക്കാമെന്നും കച്ചവടക്കാർ പറയുന്നു. അതേസമയം തേങ്ങാവില വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണ വിലയും വർദ്ധിച്ചു. വെളിച്ചെണ്ണ കിലോയ്ക്ക് 20 മുതൽ 30 രൂപയുടെ വരെ വില വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കൊപ്രയ്ക്കും വില വർധനവുണ്ട്. ഇത് വെളിച്ചെണ്ണയാട്ടി വിൽപ്പന നടത്തുന്ന മില്ലുടമകളെയും പ്രതിസന്ധിയിലാക്കുന്നു. KPMS ഇടുക്കി ജില്ലാ നേതൃയോഗം ഒക്ടോബർ 6 കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടികജാതി പട്ടികവർഗ സംവരണത്തിൽ മേൽത്തട്ട് പരിധി ഏർപ്പെടുത്തിയും മേൽത്തട്ട് പരിധി നിശ്ചയിക്കുവാനുമുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകിയുമുള്ള 2024 ഓഗസ്റ്റ് 1 സുപ്രീം കോടതി വിധിയാണ് രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഈ വിധിയെ മറികടക്കാൻ കേന്ദ്ര സർക്കാരും ഈ വിധി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ട് സമാന ചിന്താഗതിക്കാരായ പട്ടികജാതി പട്ടികവർഗ സംഘടനകളുമായി ചേർന്ന് KPMS പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. സംഘടനയെ സമരസജ്ജമാക്കാനും നയപരിപാടികൾ വിശദീകരിക്കുന്നതിനും സംസ്ഥാനമൊട്ടാകെ ജില്ലാതല നേതൃസംഗമങ്ങൾ ചേരുന്നതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ നേതൃസംഗമം ഒക്ടോബർ 6 കട്ടപ്പന നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേരുമെന്നും നേതാക്കൾ പറഞ്ഞു. KPMSന്റെ ഇത് സംബന്ധിച്ച നിലപാട് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ പുന്നല ശ്രീകുമാർ അവരുടെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് സംസ്ഥാനത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പരിധിക്ക് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അതിന് സഭയുടെ നിലപാടിനെ അടിസ്ഥാനമാക്കി നേരിടാൻ തന്നെയാണ് കേരള പുനർപ്രകാശ സഭ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് സഭയുടെ ജനങ്ങളെയും പ്രവർത്തകരെയും സജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ ജില്ലകളിലും നേതൃത്വ യോഗങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്.
അതിൻ്റെ ആദ്യപടിയായിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 26 കോട്ടയം ജില്ലാതല നേതൃയോഗം നടന്നു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ എന്നീ ജില്ലകളിൽ നടന്നു കഴിഞ്ഞു. ഇവിടെ 10 തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തോടുകൂടി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള നേതൃയോഗങ്ങൾ സംഘടിപ്പിച്ച് സഭാജനതയും സഭയുടെ പ്രവർത്തകരും മുഴുവനും ഈ ആശയത്തോട് KPMSനോട് സഹകരിക്കാൻ സന്നദ്ധമായിട്ടുള്ള പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെടുന്ന മുഴുവൻ ആളുകളെയും സമരസജ്ജമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ യാത്ര. യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PV ബാബു അധ്യക്ഷത വഹിക്കും. സെക്രട്ടേറിയറ്റ് അംഗം സാബു കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK രാജൻ, സുനീഷ് കുഴിമറ്റം, ശിവൻ കോഴിക്കാമാലി, KT മോഹനൻ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലയിലെ 5 താലൂക്ക് യൂണിയനുകളിൽ നിന്നുമായി 357 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറി PV ബാബു, സെക്രട്ടേറിയറ്റ് അംഗം സാബു കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK രാജൻ, സുനീഷ് കുഴിമറ്റം, ശിവൻ കോഴിക്കാമാലി തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചാർ ലബക്കട ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലബക്കട സ്വദേശി പേരുശ്ശേരിയിൽ രാഘവനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ലബക്കട സ്വദേശിയായ രാഘവൻ ഇടയ്ക്ക് വീട് വിട്ട് ഇറങ്ങാറുള്ളതാണ്. 2 മാസമായി ഇദ്ദേഹം വീട്ടിൽ എത്തിയിട്ടില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. എന്നും സ്ഥിരമായി രാഘവനെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിൽ നാട്ടുകാർ കാണാറുണ്ട്. ഇന്ന് അനക്കമില്ലാതെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രാഘവൻ മരിച്ചതായി അറിയുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. പേരുശ്ശേരിയിൽ രാഘവൻ എന്ന് പറയപ്പെടുന്ന ആള് ഇവിടെ ഈ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ വെജിറ്റേഷൻ താമസിക്കുന്ന ആളാണ്. പക്ഷേ ഇന്ന് രാവിലെ പുള്ളി ഇങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടതിന്റെ സാഹചര്യത്തിൽ ഞാൻ കട്ടപ്പന പോലീസുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ ആൾ മരണപ്പെട്ടതായിട്ട് പോലീസ് പറയുന്നു. ഞാൻ നിത്യം ഈ അങ്ങനെ കാണുന്നതാണ്. എന്നിട്ട് അവർ വരുമ്പോൾ 7 മണി 7:30 മണി സമയത്ത് ഞാൻ എന്നും കാണുന്നത്. ഇന്നും പതിവ് പോലെ 7 മണി 7:15 സമയത്ത് ഞാൻ വന്നപ്പോൾ ഈ ആളിങ്ങനെ ചലനം വെച്ച് കിടക്കുന്നതായിട്ട് കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് വന്ന് സ്ഥിരീകരിച്ചു. മറ്റ് അനന്തര നടപടികൾ അവർ തുടങ്ങി. തുടർന്ന് കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം 20 ഏക്കർ താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. സരസമ്മയാണ് ഭാര്യ, മനോജ് മകനാണ്. വില വർദ്ധിച്ചതോടെ ഏലത്തോട്ടങ്ങളിൽ പച്ചക്കായ മോഷണം തുടർക്കഥയാകുന്നു. കട്ടപ്പന അമ്പലപ്പാറയ്ക്ക് സമീപം ചിറക്കൽ ലതികയുടെ ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കറോളം സ്ഥലത്തെ ഏലക്കയാണ് മോഷണം പോയത്. കടുത്ത വേനലിൽ കുറേയേറെ ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു. അവശേഷിക്കുന്നവയെ സംരക്ഷിച്ചു നിർത്തി വിളവെടുക്കാറായപ്പോഴാണ് മോഷണം നടന്നത്. സംഭവത്തിൽ ലതിക കട്ടപ്പന പോലീസിൽ പരാതി നൽകി. വിളവെടുപ്പിനായി തൊഴിലാളികൾ കൃഷിയിടത്തിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നതെന്ന് ലതിക പറഞ്ഞു. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു മോഷണം ഉള്ള ഏരിയ അല്ല. ഇതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് ചരം കണ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. നമ്മുടെയല്ല, അടുത്ത പറമ്പിലെ. അപ്പോൾ ഈ അടുത്ത ദിവസമാണ് ഇത് നടന്നേക്കുന്നത്. 12 വർഷമായ ചെടിയാണ്. അപ്പോൾ ഇതൊരു ക്ഷീണം വന്ന കാരണം നമ്മളൊന്ന് പുതുക്കി വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പം മഴ പെയ്യാത്ത കാരണം ക്ഷീണമായിപ്പോയി വെയിലായപ്പം. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊന്ന് പിടിച്ച് കയറി വന്നതായിരുന്നു. അപ്പം മിക്കവാറും ഉള്ള നല്ല മുഴുത്ത കാ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നീളമുള്ള ശരത്തേലും ചെറിയ ശരത്തേലും ഒന്നും എടുത്തിട്ടില്ല. അവർക്ക് ആ മുഴുത്ത കാ മാത്രം മതി. അതായത് ആ കായ ശരിക്കും ഒരു 6 കാ ഉള്ളതിൽ 5 കായും പറിച്ചു. ഏകദേശം 100 കിലോ ഏലക്ക മോഷണം പോയതായാണ് നിഗമനം. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഏതാനും നാളുകൾക്ക് മുൻപ് പാറയിൽ രാജന്റെ ഏലത്തോട്ടത്തിൽ നിന്നും ചരം വെട്ടി മോഷണം നടന്നിരുന്നു. മോഷണം വ്യാപകമായ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പട്ടിക വികസന വകുപ്പ് വഴി നടപ്പിലാക്കുന്ന മുതുവാൻ നഗർ വികസന പദ്ധതിയുടെ ഭാഗമായി സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണവും പ്രാഥമിക യോഗവും സംഘടിപ്പിച്ചു. രാജകുമാരി മഞ്ഞക്കുഴി മുതുവാൻ നഗറിൽ നടന്ന യോഗം ഉടുമ്പുചോല MLA MM മണി ഉദ്ഘാടനം ചെയ്തു. 2022-23 വർഷത്തെ അംബേദ്കർ നഗർ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മഞ്ഞക്കുഴി മുതുവാൻകുടിയിൽ ഒരുക്കുന്നത്. നടപ്പാത നിർമ്മാണം, റോഡ് പൂർത്തീകരണം, അങ്കണവാടി ചുറ്റുമതിൽ നിർമ്മാണം, സത്രം പുനരുദ്ധാരണം, വലയിമപ്പുര റോഡ് നിർമ്മാണം തുടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പദ്ധതികൾ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നതിനായി ഉടുമ്പുചോല MLA MM മണിയുടെ നേതൃത്വത്തിൽ പ്രാഥമിക യോഗം ചേർന്നു. പൊതുജനങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MM മണി MLA പറഞ്ഞു. റോഡും ഇപ്പോഴും ഇത്രയും സൗകര്യങ്ങളെല്ലാം വന്നു. പടിപടിയായി അതിൻ്റെ ബാക്കികളും കൂടെ വന്നോളും. കൊണ്ടുവരണമെങ്കിൽ ഈ പ്രദേശത്തെ ബാക്കികൾ ഒരു മുൻകൈ എടുക്കണം. ഇക്കാര്യത്തിൽ കരയുന്ന കുഞ്ഞിനെ ബാധിക്കുന്നതാകും. ആവശ്യക്കാർ ഒരു മുൻകൈ എടുത്തത് നന്നാൽ പൊതുപ്രവർത്തകർ, പഞ്ചായത്ത് മെമ്പറാണേലും പഞ്ചായത്ത് പ്രസിഡന്റാണേലും MLA ആണേലും MP ആണേലും സഹായിക്കും.
ആ സഹായം കിട്ടണമെങ്കിൽ അതിന് മുൻകൈ ഈ പ്രദേശത്തുള്ളവർ എടുത്താൽ കാര്യങ്ങൾ കൂടുതൽ നന്നാവും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും നമ്മുടെ ഈ പരിപാടി സമയബന്ധിതമായി നമുക്കിവിടെ പൂർത്തീകരിക്കാൻ അതിൻ്റെ ഒരു പുരോഗതി ഈ കോളനിയിൽ ഇവിടുത്തെ ആളുകൾക്ക് അനുഭവപ്പെടുന്ന നല്ലൊരു കാര്യങ്ങൾ കൊണ്ടുപോകണം. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു, വൈസ് പ്രസിഡന്റ് അജീഷ് മുകളിൽ, ബ്ലോക്ക് മെമ്പർ KJ സിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയ്സൺ വർഗീസ്, ആശ സന്തോഷ്, M ഈശ്വരൻ, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ OG റോയി, പ്രൊജക്ട് ഓഫീസർ G അനിൽകുമാർ, ഊരുമൂപ്പൻ ചെല്ലപ്പാണ്ടി, പ്രൊമോട്ടർ R പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മൂന്നാറിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചും വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായും കോളേജിൽ വൈൽഡ് ലൈഫ് ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിച്ചു. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ അംജിത്, ഗോപു കൃഷ്ണൻ എന്നിവർ പകർത്തിയ ചിത്രങ്ങളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു S നിർവഹിച്ചു. 2 ദിവസങ്ങളിലായാണ് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത്. കോളേജിന്റെ 25ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ P അംജിത്, ഗോപു കൃഷ്ണൻ എന്നിവർ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. കാരണം ഇന്നത്തെ IT ജോലിക്കിടയിലെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ, അതിൻ്റെ ഇടയിൽ ഒരു റിലാക്സേഷൻ കിട്ടാൻ, നമുക്കൊന്ന് റീചാർജ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഒരുപാട് ഫോട്ടോ എടുക്കാറുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്. വളരെ കുറച്ച് മാത്രമേ പോസ്റ്റ് ചെയ്യലും പ്രിൻ്റ് ചെയ്യലും പ്രദർശിപ്പിക്കുകയൊക്കെ ഉള്ളൂ. കാരണം എൻ്റെ പ്രധാന ഉദ്ദേശം എൻ്റെ മനസ്സിനെ തന്നെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി യാത്രകൾ ചെയ്യുന്നു. നേച്ചറിന് ഇഷ്ടമാണ്, വൈൽഡ് ലൈഫ് ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഈ പ്രഷർ ലൈഫിൽ നിന്ന് ഒരു പീസ് ഓഫ് മൈൻഡ് ഈ നേച്ചറിൽ നിന്ന് കിട്ടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടുതലും നേച്ചറുമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ യാത്രകളിൽ നിന്നും പിന്നെ ക്യാമറയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും പിന്നെ ആനിമൽസിനെയും ബേർഡ്സിനെയും ഫോക്കസ് ചെയ്ത് അങ്ങനെ ഒരു ജേണി, അങ്ങനെ ഒരു ട്രാൻസാക്ഷനായിരുന്നു എൻ്റെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലോട്ടുള്ള ഒരു ജേണി എന്ന് പറയുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം മൂന്നാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബിജു S നിർവഹിച്ചു. എനിക്ക് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല തുടക്കകാലത്ത് ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാർ. അപ്പോൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി നടത്തി വരുന്നു, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നു. അവർ കത്തിച്ചുകളെന്ന് ഞാൻ പറയില്ല. എന്നിരുന്നാലും പൊതുവെ എൻ്റെ സർവീസ് ജീവിതത്തിൻ്റെ തുടക്കത്തിലെ മരണത്തിന് അല്ലെ ഈ ഫോട്ടോഗ്രാഫർമാരെ പറ്റി അത്ര നല്ല അഭിപ്രായമായിരുന്നു. എന്നാൽ കുറെ കഴിഞ്ഞ് ഈ പല ഫോട്ടോഗ്രാഫർമാരെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ആ അഭിപ്രായം പൊരുത്തപ്പെടുത്തം മാറാൻ തുടങ്ങി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ്ജു M ഐസക് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ സൗമ്യ S, അമൽ തുക്കു എന്നിവർ സംസാരിച്ചു. കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വന്യജീവി വാരാഘോഷം 2024 ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ജില്ലാതല മത്സരങ്ങൾ സമാപിച്ചു. കടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടത്തിയ സമാപന പരിപാടിയും സമ്മാനദാനവും നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. പെൻസിൽ ഡ്രോയിങ്, വാട്ടർ കളറിംഗ്, ഉപന്യാസ രചന, ക്വിസ്, പ്രസംഗ മത്സരങ്ങൾ എന്നിവയാണ് നടന്നത്. 2 ദിവസങ്ങളിലായി കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ നടന്ന മത്സരങ്ങളുടെ സമാപനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല, നമ്മുടെ ഈ ഒരു പ്രദേശത്ത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവരെ നമ്മൾ കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും നിങ്ങൾ വളർന്നു വരുന്ന ഈ തലമുറ മറ്റുള്ള ജീവികൾക്ക് വേണ്ടിയിട്ടും കൂടെ നമ്മളെപ്പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. വിജയികളായവർക്ക് സർട്ടിഫിക്കറ്റും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. ജേതാക്കൾക്ക് സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കും. LP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിഭാഗങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. സോഷ്യൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ MG അജിത്, നഗരസഭാ കൗൺസിലർമാരായ ധന്യ അനിൽ, ഐബിമോൾ രാജൻ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു.
കെ.സി. ജോർജിന്റെ സ്മരണയ്ക്കായി അദ്ദേഹം രചിച്ച നാടകം കട്ടപ്പനയിൽ അവതരിപ്പിക്കും. ഞായറാഴ്ച വൈകിട്ട് 6:30 CSI ഗാർഡനിലാണ് ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകം അവതരിപ്പിക്കുന്നത്. കെ.സി. ജോർജ് അവസാനമായി രചിച്ച നാടകമാണിത്. 2 തവണ മികച്ച നാടകരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കെ.സി. ജോർജ് സെപ്റ്റംബർ 23 മഞ്ഞപ്പിത്ത രോഗബാധയെ തുടർന്ന് കലാലോകത്തോട് വിട പറഞ്ഞത്. കെ.സിയോടുള്ള ആദരവായാണ് കട്ടപ്പനയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിൽ നാടകം അവതരിപ്പിക്കുന്നത്. പ്രവേശനം സൗജന്യമാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ.ജി.'സ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണുനീർ ഒപ്പിയെടുത്ത് ഗാനരൂപത്തിലാക്കി ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഉപ്പുതറ സ്വദേശികളായ ചെറുപ്പക്കാർ. ഗാനങ്ങൾ രചിച്ചും സംവിധാനം ചെയ്തും പാടിയുമാണ് ഇവരുടെ കലാപരമായ കഴിവുകൾ പുറം ലോകത്തെത്തിച്ചത്. ഇവർ ആലപിച്ച ഗാനം ഇതിനോടകം ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഉപ്പുതറ ആനപ്പള്ളം സ്വദേശികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിന പ്രയത്നമാണ് ഗാനസമാഹാര രൂപത്തിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. ഉപ്പുതറ സ്വദേശിയായ കടയക്കുഴിയിൽ അജിത് മോഹനൻ വയനാട്ടിലെ ദുരിതബാധിതരായ ഓരോ സഹോദരങ്ങളുടെയും കഴിഞ്ഞകാല ഓർമ്മകളും കണ്ണുനീർ നിറഞ്ഞ സങ്കടകരമായ അവസ്ഥകളും ആസ്പദമാക്കിയാണ് ഗാനം രചിച്ചത്. തുടർന്ന് സഹോദരനായ അജിത് ഓമല്ലൂർ ഗാനം ആലപിച്ചു. ചെറുപ്പം മുതൽക്കേ ചെറു കവിതകൾ എഴുതുന്നതിനും പാട്ടുകൾ ആസ്വദിക്കുന്നതിനും ഏറെ ശ്രദ്ധ നൽകിയിരുന്ന അജിത് വയനാട്ടിലെ ഉരുൾപൊട്ടൽ തന്നെ ഏറെ നിരാശപ്പെടുത്തിയെന്നും ഈ സാഹചര്യത്തിലാണ് ഗാനമിറക്കുവാൻ പ്രചോദനമായതെന്നും പറയുന്നു. നമ്മുടെ വയനാട്ടിൽ മുണ്ടക്കയിലുണ്ടായ ആ പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഇനി ഒരു ഓണം ഇല്ല. നമ്മുടെ ഓണാഘോഷ പരിപാടികളൊക്കെ നിർത്തലാക്കിയ സാഹചര്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി ഇനി ഒരു ഓണം ഇല്ലാത്തതുകൊണ്ട് അവരുടെ നൊമ്പരങ്ങളും വേദനകളും മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയ ഒരു പാട്ടാണ് ഈ ഓണനിലാവ്. ഓണപ്പട്ട് എന്ന ഈ പാട്ട്. ഓണനിലാവിൽ എന്നാരംഭിക്കുന്ന ഈ ഓണപ്പട്ട് എന്ന് ഞങ്ങൾ ഇറക്കിയത്. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിനുമുമ്പ് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടോ? ഇതിനു മുമ്പ് നമ്മൾ ചെറിയ ചെറിയ കവിതകളും സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ പുതിയ പുതിയ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു ക്രിസ്ത്യ ഗാനം അടുത്ത ആഴ്ച റെക്കോർഡിംഗ് ആണ്. അതെല്ലാം എഴുതി എൻ്റെ ട്യൂണെല്ലാം കഴിഞ്ഞിരിക്കുക. എൻ്റെ മ്യൂസിക് ചെയ്യുന്ന ആൾ തന്നെ അത് നമ്മുടെ അളീച്ചറാണ്. അദ്ദേഹം തന്നെയാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് തരുന്നത്. പിന്നെ വീട്ടിൽ നിന്നും എല്ലാം നമുക്ക് നല്ല സപ്പോർട്ടാണ്, നാട്ടിൽ നിന്നും എല്ലാം. ഓർമ്മയിൽ പൂക്കൾ വിരിഞ്ഞു, ആ പൂവുനുള്ളാൻ ഞാൻ കാത്തിരുന്നു. ഓണനിലാവിൻ പൊന്നിലത്തളികയിൽ നിന്നെയും ഓർത്തിരുന്നു. പുത്രാടരാവിൽ നിനക്കായി നെയ്തെടുത്ത പട്ടിൻ കസവു തുമ്പിൽ. SJ കമ്മ്യൂണിക്കേഷന്റെ ബാനറിലാണ് ഓണപ്പാട്ട് എന്ന പേരിൽ ആൽബം നിർമ്മിച്ചിരിക്കുന്നത്. നിരവധി ഭാഷകളിൽ ആൽബങ്ങൾ സംവിധാനം ചെയ്യുകയും ഉപ്പുതറയിൽ സൗണ്ട് ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരികയും ചെയ്യുന്ന പുളിക്കത്തറയിൽ രതീഷ് രവീന്ദ്രനാണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഓണത്തിന് റിലീസായ ആൽബം ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ജനശ്രദ്ധ പിടിച്ചുപറ്റിക്കഴിഞ്ഞു. നമ്മുടെ വയനാട്ടിലെ ദുരന്തത്തെ പറ്റി ഒരു പാട്ടിറങ്ങണം. നമ്മുടെ സഹോദരങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഓണത്തിനെ ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാനും അവരെ ഒരു ദുഃഖം ഇതായിട്ട് ചെയ്യാനല്ല ആഗ്രഹിച്ചത്. എന്തെങ്കിലും ഒരു കണ്ടന്റ് വെച്ച് ചെയ്യണം എന്നൊരു ഐഡിയ തോന്നിയപ്പോൾ തന്നെ ചെയ്തൊരു പാട്ടാണ്. അച്ഛൻ തബലിസ്റ്റാണ്. പിന്നെ എൻ്റെ അമ്മാവന്മാർ 2 പേര്, ഒരാൾ നന്നായിട്ട് പാടും, ഒരാൾ നന്നായിട്ട് കഥ എഴുതുകയും കവിത എഴുതുകയൊക്കെ ചെയ്യും. അവരിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയൊരു ഇതാണ്. എനിക്ക് വേണ്ടി ഞാനൊരു തമിഴ് സോങ് ചെയ്തായിരുന്നു. നിരലായി എന്ന് പറഞ്ഞൊരു ആൽബത്തിന് വേണ്ടി ഞാൻ ഒരു തമിഴ് ഗാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 3 പാട്ടും കൂടെ ബെല്ലിങ്ങിൽ നിൽക്കുകയാണ്. വർക്കുകളെല്ലാം തീർന്നു നിൽക്കുകയാണ്. അടുത്ത ദിവസം ഒരു ക്രിസ്ത്യാനം ഇറങ്ങുന്നുണ്ട്. എന്ന് വരുന്നതാ എന്നുള്ള ടൈറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ചേട്ടച്ചാറാണ് ഈ ഓണപ്പാട്ട് പാടിയേക്കുന്നത്, അജി ഓമല്ലൂർ. അടുത്തയാഴ്ച ചിത്രീകരണം തുടങ്ങാനിരിക്കുന്ന ക്രിസ്തീയ ആൽബത്തിന്റെ പണിപ്പുരയിലാണ് നിലവിൽ ഈ ചെറുപ്പക്കാർ. നേർക്കാഴ്ച
നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലക്ക ലേല വിവരം. ആകലോട്ട് 217, വിൽപ്പനയ്ക്ക് വന്നത് 64,060, വിൽപ്പന നടന്നത് 60,426, കൂടിയ വില 2,638, ശരാശരി വില 2,318. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 645 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,800. കാപ്പിപ്പരിപ്പ് 360, ഗ്രാമ്പൂ 950, കൊക്കോ 70, റബ്ബർ 210. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,120 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കമ്പമെട്ട് വണ്ണപ്പുറം പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കിഫ്ബി അധികൃതർ സന്ദർശിച്ച് വിലയിരുത്തി. നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച് ആരോപണമുയർന്ന സാഹചര്യത്തിൽ റോഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചു. കമ്പമെട്ട് മുതൽ എഴുകുംവയൽ വരെയുള്ള ഭാഗത്തെ നിർമ്മാണത്തിനായി അനുവദിച്ചിരിക്കുന്നത് 77 കോടി രൂപ. ഇരട്ടിയാറിൽ ഭീതി പരത്തി തെരുവുനായയുടെ ആക്രമണം. കാൽനട യാത്രക്കാരനെയും നിരവധി വളർത്തുമൃഗങ്ങളെയും തെരുവുനായ ആക്രമിച്ചു. വിനോദസഞ്ചാര ഇടങ്ങൾ ഉൾപ്പെടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇനി മുതൽ വെബ്സൈറ്റിൽ ലഭിക്കും. ഗ്രാമപഞ്ചായത്ത് വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് പഞ്ചായത്തിലെ പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രാദേശിക വിപണി, പ്രാദേശിക സേവനങ്ങൾ, സർക്കാർ തല സേവനങ്ങൾ, താമസ സ്ഥലങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങി സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച കുടുംബ ബജറ്റ് താളം തെറ്റിച്ച് തേങ്ങാവില കുതിച്ചുയരുന്നു. നിലവിൽ തേങ്ങാവില 70 രൂപയ്ക്കടുത്ത തേങ്ങാവില വർദ്ധിച്ചതോടെ വെളിച്ചെണ്ണ വിലയും വർദ്ധിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.